ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ ഏജാണ്. സ്വാഭാവികമായിട്ട് ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്നായിരിക്കാം ഒരു ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ പണ്ട് ഫേസ്ബുക്കിലായിരുന്നു, അതെ മെസ്സഞ്ചർ വഴിയൊക്കെ ആയിരുന്നു വേറൊരാളുമായിട്ട് സംസാരിക്കുകയും മറ്റൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതെ സ്വാഭാവികമായിട്ട് അതിപ്പം ഇൻസ്റ്റാഗ്രാം വഴിയും അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ, നമുക്ക് പോലും അറിയാത്ത പല ആപ്പ് വഴിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു ഡിവോഴ്സിൻ്റെ ഒരു കേസുമായിട്ട് വരുമ്പോൾ ഒരു പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം നമുക്ക് ഡിവോഴ്സിൻ്റെ ഒരു ഇതിന് വേണ്ടി എടുക്കാൻ പറ്റുന്നതാണോ? അതെ, പരപുരുഷ ബന്ധം. പിന്നെ പരപുരുഷ ബന്ധം ആരോപിക്കുന്നതിന് നമുക്ക് എവിഡൻസ് വേണം. അത് ചാറ്റ് റെക്കോർഡ്സ് കൊണ്ടുവരാം, പക്ഷെ അത് എവിഡൻസിൽ കൺസിഡർ ചെയ്യാറില്ല. അത് നമുക്ക് എന്നാലും പൂർണ്ണമായിട്ട് അഡൾട്ടറി ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അഡൾട്ടറി എന്ന് പറയുമ്പോൾ അതൊരു സെക്ഷൽ റിലേഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫോട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇവരൊന്നിച്ച് യാത്ര ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ആദ്യമായിട്ട് ഒന്നിച്ച് വളരെയധികം സ്നേഹത്തോടു കൂടി താമസിച്ചവർക്ക് പിന്നെ പരിഗണന കിട്ടാതെ വരുമ്പോഴാണ് അവർ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സും. അതെ അതെ, പേഴ്സണാലിറ്റി. അതെ. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു ചാറ്റ് കണ്ടാൽ അത് ഡിവോഴ്സിന്റെ ഒരു റീസൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ചാറ്റ് ഒരിക്കലും ഡിവോഴ്സിന്റെ ഒരു റീസൺ അല്ല. ഇപ്പോൾ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഇങ്ങനെയുള്ള റിലേഷൻ ഉണ്ടാവുകയും വേണ്ട പരിഗണന കുടുംബജീവിതത്തിൽ ലഭിക്കാതെ വരികയും അവർ തമ്മിലുള്ള റിലേഷൻ സ്ട്രെയിൻഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ക്രൂവൽറ്റിയുടെ രീതിയിൽ നമുക്ക് പരിഗണിക്കാം. എന്ന് വെച്ചാൽ മാട്രിമോണിയൽ കൺസോർഷ്യം ഉണ്ടാകുന്നില്ല, അവർ ഒന്നിച്ചുള്ളൊരു ജീവിതം ഉണ്ടാകാതിരിക്കുന്നത് ക്രൂവൽറ്റിയാണ്. അഡൾട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെക്ഷൽ റിലേഷൻ വേണം, എങ്കിൽ മാത്രമേ അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ വളരെ പാടാണ്. നമുക്കിപ്പോൾ ചാറ്റിൽ തന്നെ പറയണേ, ഓക്കെ ഇന്നലെ നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടല്ലോ, കുറച്ചൊരു ഒരു ഹോട്ട് ടോക്ക് എന്നൊക്കെ പറയാം, ആ രീതിയിലാണ് ഒരു ചാറ്റ് എങ്കിൽ അത് കോടതി പരിഗണിക്കും. നമ്മള് കോടതിയിൽ അത് വിസ്തരിക്കുമ്പോഴത്തേക്ക് അത് എവിഡൻസിൽ ഹാജരാക്കാം, പക്ഷേ പൂർണ്ണമായിട്ട് അത് പരിഗണിക്കേണ്ട എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം ഡിജിറ്റൽ ഇമേജ് ആണെങ്കിലോ, ചാറ്റ് അല്ല അത് ഇമേജ് ആണെങ്കിലോ? ഈ ഡിജിറ്റൽ ഇമേജ് കോടതിയിൽ എവിഡൻസിൽ സ്വീകരിക്കുന്നതിന് IT ആക്ടിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന ഫോമാറ്റിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് വ്യാജമായിട്ട് ഇതൊക്കെ സൃഷ്ടിക്കാവുന്നതാണ്. അപ്പോൾ ആ ഇന്ന ഫോമാറ്റിൽ കോടതിയിൽ പറയുന്ന ഒരു ആ ആക്ടിൽ പറയുന്ന ഫോമാറ്റിൽ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പറയുന്ന പ്രകാരമുള്ള ഫോമാറ്റിൽ കൊണ്ടുവന്ന് കഴിയുന്നത് മാത്രമേ എവിഡൻസിൽ തെളിവിൽ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതുള്ള വെറുതെ ഫോട്ടോസ് ഹാജരാക്കി എന്ന് പറഞ്ഞത് എവിഡൻസിലേക്ക് സ്വീകരിക്കണമെന്നുള്ളത് കോടതിയുടെ തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും, പല ആൾക്കാർക്കും അത് അറിയില്ല. ഏതെങ്കിലും ഒരു മീൻസ് കാമുകനോ കാമുകയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെന്നിരിക്കട്ടെ, അത് പിന്നെ ഇവർ തമ്മിൽ പ്രശ്നമായി, അവസാനം അത് ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും അറിയാണ്. അപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡിങ് കോടതിക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റുമോ? സ്ക്രീൻ റെക്കോർഡിംഗ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അതിന് സർട്ടിഫിക്കറ്റ്, അത് ഓതന്റിക്കേറ്റഡ് ആണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അത് അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ടുള്ള മൊത്തവും വേണം. അല്ലാതെ എഡിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുവരരുത്. ആ എന്താണോ അതിലുള്ളത് ആ സംഗതി പൂർണ്ണമായും തന്നെ കോടതിയിൽ ഹാജരാക്കണം. ഓക്കെ. അപ്പം അതിനാണെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അങ്ങനെ കൊണ്ടുകൊടുത്താൽ മതി? അങ്ങനെയല്ല, നമ്മൾ അതൊന്നിൽ CD-യിലാക്കിയില്ലോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുന്ന പെൻഡ്രൈവിലാക്കിയിട്ടോ വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ചാറ്റ് ആണെങ്കിൽ അല്ല ഫോൺ സംഭാഷണങ്ങളാണെങ്കിൽ അത് നമ്മൾ റൈറ്റിങ്ങിൽ അത് കൊണ്ടുവന്ന് അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് അങ്ങനെ വേണം കൊണ്ടുവരാനായിട്ട്. ഓക്കെ. പിന്നെ മറ്റൊരു നിയമമില്ലേ, മറ്റൊരാളുടെ പ്രൈവസിയിൽ കടക്കാൻ പാടില്ല, വ്യക്തി നിയമം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഈ മാരേജിൻ്റെ ഒരു കാര്യം വരപ്പം അതിൽ എത്രത്തോളം നമുക്കത് പറയാൻ പറ്റും? അത് ബാക്കി എല്ലാ റിലേഷൻസിലും ഈ ബാക്കി എന്ത് കേസുകൾ വരികയാണെങ്കിലും ഇതെല്ലാം പ്രൈവസിയുടെ പരിധിക്കുള്ളിൽ വരും. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ മാത്രം ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല. പിന്നെ ഭാര്യ ഭർത്താവിന് അയച്ചതോ ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ, ലെറ്റേഴ്സ്, അതൊക്കെ നമുക്ക് എവിഡൻസ് ആയിട്ട് ഈ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സിൽ എടുക്കാം. പക്ഷെ മറ്റൊരു കാര്യത്തിൽ ഈ പ്രൈവസി വരും. ഓക്കെ. ഇപ്പം നമ്മൾ ചില കേസുകളിൽ കാണാറുണ്ട്, എപ്പോഴും ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമാണോ?
അതിൽ നിയമപരമായിട്ട് തടസ്സമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതും ഭർത്താവ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതും ഒരു തെറ്റല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട്നേഴ്സ് വിശ്വാസമാണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തെറ്റല്ല. അവർ നമ്മളുടെ റിലേഷൻ സ്ട്രെയിൻഡ് ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ചെക്കിങ് വരുന്നത്. അവിടെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യുന്ന വിഷയം ഇല്ല അല്ലേ. പൂട്ടും ലോക്കും എല്ലാം വരുന്നത് എന്താണ്, മറ്റേയാളെ എൻ്റെത് കാണാൻ പാടില്ല, എന്തൊക്കെയോ സീക്രസി ഉണ്ട്, അപ്പോഴാണ് നമ്മളത് ലോക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഓപ്പൺ ആണ്, അദ്ദേഹത്തിന്റെ ഫോൺ ഓപ്പൺ ആണ്, നോക്കിക്കോട്ടെ, ഒരു വിഷയമില്ല, ഞങ്ങൾ തമ്മിലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇത് അപ്പോൾ അതവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഈ ലോക്കിലൂടെ തന്നെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ കേസുകളിൽ ഞാൻ കാണാറുള്ളത് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ചില കേസുകളിൽ അത് മിസ്യൂസും ചെയ്യുന്നുണ്ട്, ചില കേസിൽ സമ്മതിക്കാറുമില്ല. ഇത് രണ്ടും തെറ്റായിട്ടുള്ള കാര്യമല്ലേ? സാമ്പത്തിക സ്വാതന്ത്ര്യം മാഡം പറഞ്ഞു, ഒന്നും കൂടെ വ്യക്തമാക്കാവോ? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നു, അവൾ സമ്പാദിക്കുന്നു, അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാരി മേടിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാർട്ടിക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണം, അതിന് സമ്മതിക്കാറില്ല, ഒരു ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ തിരിച്ച് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിന് പേയ്മെൻറ്റ് ചെയ്യണം, വൈഫ് സമ്മതിക്കില്ല. സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷെ സാമ്പത്തിക സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നില്ല. അത് രണ്ടും തെറ്റാണ്. ഹസ്ബൻഡിന്റെ അമ്മയുടെ കാര്യം തന്നെ നമുക്ക് പറയാം. ഇത്രയും വളർത്തി വലുതാക്കിയ അമ്മയെ നോക്കാനുള്ള ബാധ്യത മകനുണ്ട്. ഒരിക്കലും ഒരു ഭാര്യയും അതിനെതിരായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. എന്നുവെച്ചാൽ നമ്മുടെ പാരന്റ്സ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അവര് തന്ന വിദ്യാഭ്യാസം, അവര് തന്ന ജീവിതം. അപ്പൊ അതൊരിക്കലും ഒരു ഭാര്യയെ എതിർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന രൂപയാണ്, ഹസ്ബൻഡിന്റെ രൂപയല്ല. അപ്പോൾ ഒരു ആർഭാടത്തിനല്ല, ഒരു ആവശ്യത്തിനാണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു മനുഷ്യന് പേഴ്സണൽ ലിബർട്ടിയും ഒക്കെ ഉണ്ടല്ലോ, ഒരു റൈറ്റും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം യാത്ര ചെയ്യാം, അതുപോലെ തന്നെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനോ അതൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ ഒരു റൈറ്റാണ്, ഒരു ഇൻഡിവിജ്വൽ റൈറ്റാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു കേസുകൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഒരുപാട് കടം ഉണ്ടാക്കി വയ്ക്കും, പിന്നെ ആയിരിക്കും അറിയണത് നമ്മൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യണതിൻ്റെ രീതിയാണ്. ഹസ്ബൻഡ് അറിയില്ല, വൈഫ് ചിലപ്പം ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ടുമുട്ടിയ ഒരു ഫ്രണ്ടിനോ അതല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ബന്ധുക്കൾക്കോ ഒക്കെ ഹസ്ബൻഡ് അറിയാതെ പൈസ കൊടുക്കും, തിരിച്ചും ഹസ്ബൻഡും ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മളെ ഒരു മാരേജിൻ്റെ ഡിസ്പ്യൂട്ടിലേക്ക് കാര്യങ്ങളൊക്കെ എത്താറില്ലേ? തീർച്ചയായിട്ടും എത്താറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും ലൈഫ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഹസ്ബൻഡും വൈഫും തമ്മിലൊന്നും ഹൈഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ എന്താ പറയുന്നത്, നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സ് ആണല്ലോ, അതാണല്ലോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫൈഡ്യൂഷ്യറി റിലേഷൻഷിപ്സ്, ഉത്തമമായിട്ടുള്ളൊരു വിശ്വാസം തമ്മിലുണ്ടായിരിക്കണം എപ്പോഴും. ആ ബന്ധം വിള്ളലുകൾ ഉണ്ടാകുന്നത് ആ ബന്ധം തകരുമ്പോഴാണ്. പരസ്പരം യാതൊന്നും മറച്ചു വെക്കരുത്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യവും മറ്റുള്ള റിലേഷൻസും. ഇപ്പോൾ പുരുഷ സുഹൃത്തുക്കളും സ്ത്രീ സുഹൃത്തുക്കളും ഒന്നും തെറ്റല്ല. അപ്പോൾ ഹസ്ബൻഡിന് ജോലി ചെയ്യുന്നിടത്ത് സുഹൃത്തുക്കളുണ്ടാകാം, വൈഫിനും ഉണ്ടാകാം. പക്ഷെ അവർ ഒന്നിച്ച് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യാം, അതൊന്നും ഒരു തെറ്റല്ല. പക്ഷെ നമ്മളിതെല്ലാം ഈ ബന്ധത്തിൽ നമ്മുടെ ലൈഫ് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകണം. അത് ഫൈനാൻഷ്യൽ വിഷയങ്ങളിലായാലും മറ്റു വിഷയങ്ങളിലായാലും കുട്ടികളെ വളർത്തുന്നതിലായാലും. അപ്പോൾ ആ ഈ റിലേഷനിൽ നിലനിൽക്കുന്നത് തന്നെ ട്രസ്റ്റിലാണ്. അപ്പോൾ എവിടെയാണോ ട്രസ്റ്റ് പോകുന്നത് അവിടെയാണ് വിള്ളലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഫാമിലി കോടതികളിലെ കേസുകൾ എത്തുന്നത്.